ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതും കുവൈത്തിലുള്ള അമേരിക്കൻ ബേസിലെ സൈനികരാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഇറാൻ കൊടുത്തിരിക്കുന്നു. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണവും ഘടിപ്പിച്ചതോടെ ആകെ കലികയറിയ അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ യുദ്ധം മുറക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ട്രംപ്. മാത്രമല്ല, ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിക്ക് 4 ആഴ്ച വരെ സമയമെടുത്തേക്കുമെന്നും ഈ ട്രംപ് പറയുന്നുണ്ട്. അതായത് ഇതൊരു 4 ആഴ്ചത്തെ പ്രക്രിയയാണ്, 4 ആഴ്ചയോളം എടുക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അത് വലിയൊരു രാജ്യമാണ്, 4 ആഴ്ചയോ അതിൽ കുറവോ സമയമെടുക്കും എന്നാണ്. അതായത് ഒരു യുദ്ധം തീരാൻ ഈ ഒരു സമയം എടുക്കുമെന്നാണ് ബ്രിട്ടീഷ് പത്രമായിട്ടുള്ള ഡെയിലി മെയിലിനോട് ഈ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു യുദ്ധം ഇനിയും ഉണ്ടാവും. ഇനി ഇറാനുമായിട്ട് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും അത് ഉടൻ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇനി ഈ ആഴ്ചയിൽ നടക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധത്തിലേക്ക് തന്നെ പോകും എന്നുള്ള രീതിയിലേക്കാണ് ട്രംപിന്റെ നിലപാട്. ഇനി ഇറാനെ നേരെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള സൈനിക നടപടി തുടരുമെന്നും ഈ ട്രംപ് പറയുകയുണ്ടായി. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നത് വരെ സൈനിക നീക്കം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ അമേരിക്കൻ പൗരന്മാരെയോ അല്ലെങ്കിൽ സൈനികരെയോ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ സൈനിക നീക്കം വലിയ രീതിയിൽ തന്നെ ലോകത്തിന് ഗുണം ചെയ്യുമെന്നാണ് ട്രംപ് ഈ പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള യുദ്ധത്തിന് വീണ്ടും ട്രംപ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിനെയും ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ച സൈനിക നീക്കം നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് എന്നും ട്രംപ് പറയുകയാണ്. അതായത് വെൽ പ്ലാനോടെ ഈ ട്രംപ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് 4 ആഴ്ചത്തേക്ക് ഇനി യുദ്ധം പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത്. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ചില്ലിംഗ് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇനി വെച്ചുപുറപ്പിക്കില്ല എന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പറഞ്ഞു. നമ്മുടെ വീരന്മാരുടെ ജീവനെടുത്തവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല, ഓരോ ആക്രമണത്തിനും അർഹിക്കുന്ന മറുപടി നൽകിയിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇതൊരു മുന്നറിയിപ്പല്ല, നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനം എന്നും കൂടി കടുപ്പിച്ച് പറഞ്ഞതോടെ പശ്ചിമേഷ്യയും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ചെറിയൊരു ഭീതിയിലാണ്. കാരണം ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസമാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തന്റെ ഭരണത്തിന് കീഴിൽ ഇറാന് നിലയ്ക്ക് നിർത്തുമെന്നും അവരുടെ ആണവ മോഹങ്ങൾക്ക് അല്ലെങ്കിൽ ഒരിക്കലും അതിനെ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. മുൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ ഇറാനെ സാമ്പത്തികമായിട്ട് സഹായിച്ചുവെന്നും എന്നാൽ താൻ വന്നതോടെ ആ പണമൊഴുക്ക് നിലച്ചു എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൈനികർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ അതിനെ ഇരട്ടി പ്രഹരം നൽകാനാണ് പെന്റഗണിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ വലിയ രീതിയിൽ തന്നെ നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഇനി ഇറാനിലെ പുതിയ നേതൃത്വം ചർച്ചകൾക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ. താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ വളരെയധികം കാത്തിരിക്കുന്നു, അവർക്ക് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാമായിരുന്നു എന്നാണ് ദ അറ്റ്ലാന്റിക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇത് ട്രംപ് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ, അതായത് ചർച്ചകൾക്ക് നേരത്തെ സമ്മതിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നത്. അതായത് ഈ ട്രംപും ഇസ്രയേലും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ഒരു ആക്രമണം നടത്തിയത്. എന്തായാലും ഇറാന്റെ വിപ്ലവ ഗാർഡുകളോടും സൈന്യത്തോടും ആയുധം വെച്ച് കീഴടങ്ങാൻ ട്രംപ് അവകാശപ്പെടുകയാണ്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഈ ഒരു പരമോന്നത നേതാവ് മരിച്ചിട്ട് പോലും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തന്നെയാണ് മുതിരുന്നത് ഇറാൻ. എന്തായാലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പോലെ ഇറാനിലെ ദേശസ്നേഹികൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്നും നിങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള നിമിഷമാണ് ഇത് എന്നും അമേരിക്ക നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുമാണ് ഈ ഒരു ട്രംപ് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. എന്തായാലും 48 ഇറാനിയൻ നേതാക്കളെ വധിച്ചതായും 9 യുദ്ധക്കപ്പലുകൾ തകർത്തതായിട്ടും US അവകാശപ്പെട്ടിട്ടുണ്ട്. ട്രംപ് പുതിയ നേതൃത്വം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്നതിൽ വ്യക്തമില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ കമേനിക്ക് ശേഷം വന്ന ഒരാളായിരിക്കാം. എന്തായാലും അവരെയും കൂടി ഈ ട്രംപ് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിരി
ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായിട്ടും പറയുന്നുണ്ട്. അതായത് ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു വഴിയുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഒമാന്റെ നേതൃത്വത്തിലാണ് നേരത്തെ US ഇറാൻ സമാധാന ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇനി ചർച്ചയ്ക്ക് ആര് മുൻകൈ എടുക്കും എന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒമാനും ഖത്തറും ചേർന്നുള്ള മധ്യസ്ഥ നീക്കങ്ങളിലൂടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചതിന് പകരമായിട്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ആക്രമിച്ചതായിട്ട് ഇറാൻ ഒരു വിപ്ലവ ഗാർഡ് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല എന്നാണ് US തിരിച്ചിതിനെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ പള്ളികളിൽ പ്രതികാരത്തിന്റെ ചുവപ്പ് കൊടി ഉയർത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രഹരം അമേരിക്കയ്ക്കും ഇസ്രയേലിന് നൽകുമെന്നാണ് ഇറാന്റെ ഈ ഒരു ചുമന്ന കൊടി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ഭീഷണിയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിലായിട്ട് ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളും പതിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനിടയാക്കി. എന്തായാലും മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും കനത്ത ജാഗ്രതയിലാണ്. നേരത്തെ ഇറാൻ തിരിച്ചടിയിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. നിരവധി പേർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് എന്ന് US സൈന്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കാണ് നേരെ മിസൈൽ ആക്രമണം നടന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് നേരെയാണ് മിസൈൽ ആക്രമണം നടന്നതായിട്ട് ഇറാൻ അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ഖാംനെയി കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ട് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. US എബ്രഹാം ലിങ്കൻ 4 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് പതിച്ചതാണ് ഇറാന്റെ അവകാശം. എന്നാൽ ഇറാന്റെ ഈ ഒരു അവകാശവാദം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മേഖലയിലെ ഒരു സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ US-ഉം അതീവ ജാഗ്രതയിലാണ്. ഇതിനിടയിൽ തന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ 9 പേർ കൊല്ലപ്പെട്ടതായിട്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ബെയ്ത്ത് ഷെരമയിലെ ബോംബ് ഷെൽട്ടറിൽ പതിക്കുകയായിരുന്നു. നേരത്തെ 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നത്. തുടർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ തെരച്ചിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് എന്തായാലും ഇറാൻ നിൽക്കുകയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിയെങ്കിലും അത് തങ്ങളെ തീർത്തും തളർത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് യുദ്ധത്തിനായിട്ട് ഇറാൻ രംഗത്തിറങ്ങുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക റവല്യൂഷണറി അതായത് IRGC പറയുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയുമാണ് ഇറാൻ മുഴക്കിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇനി യുദ്ധത്തിന്റെ ആഘാതം കൂട്ടുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.